ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങൾ രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി മൻ കി ബാത്തിന്റെ 109 അധ്യായത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാറുന്ന രാജ്യത്തിൽ പെൺകുട്ടികളും സ്ത്രീകളും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. പത്മ പുരസ്കാരം ജനകീയമായതായും അവയവദാനം പ്രധാനമെന്നും പരാമർശം. പ്രധാനമന്ത്രി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ച നാളെ ന്യൂഡൽഹിയിൽ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവച്ചു. പ്രതിപക്ഷ സഖ്യത്തിന് തിരിച്ചടി. സംസ്ഥാനത്തെ അംഗനവാടി പ്രവർത്തകരുടെ വേതനം 1000 രൂപ വരെ ഉയർത്തിയതായി മന്ത്രി KN ബാലഗോപാൽ. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 231 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങൾ ജനാധിപത്യത്തിന്റെ മാതാവായ ഭാരതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത് പരിപാടിയുടെ 109 അധ്യായത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം 75ാം റിപ്പബ്ലിക് ദിനവും സുപ്രീംകോടതിയുടെ 75ാം വാർഷികവും ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ഇന്ത്യൻ ഭരണഘടനയെ ജീവനുള്ള രേഖ എന്നാണ് വിളിക്കുന്നത്. ശ്രീരാമന്റെ ഭരണം നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കൾക്ക് പ്രചോദനത്തിന്റെ ഉറവിടമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भारत का संविधान इतने गहन मंथन के बाद बना है कि उसे जीवंत दस्तावेज कहा जाता है. इसी संविधान की मूल प्रति के 3रे अध्याय में भारत के नागरिकों के मूलभूत अधिकारों का वर्णन किया गया है. प्रभु राम का शासन हमारे संविधान निर्माताओं के लिए भी प्रेरणा का स्रोत था और इसलिए 22 जनवरी को अयोध्या में मैंने देव से देश की बात की थी, राम से राष्ट्र की बात की थी. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളെ ഒരു ചരടിൽ ചേർത്തതായും കൂട്ടായ്മയുടെ ശക്തി രാജ്യത്തെ വിജയത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ വർദ്ധിച്ച സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തവണ പരേഡിൽ അണിനിരന്ന 20 സ്ക്വാഡുകളിൽ 11 വനിതകളുടേതായിരുന്നു. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ സ്ത്രീകളുടെ നേതൃത്വത്തിൽ വികസനം എന്ന മന്ത്രവുമായി മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മാറുന്ന ഭാരതത്തിൽ രാജ്യത്തെ പെൺകുട്ടികളും സ്ത്രീകളും എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ വ്യക്തിമുദ്ര പതിപ്പിച്ച മേഖലയായ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തന വ്യാപ്തി വികസിപ്പിച്ചതായും ഗ്രാമങ്ങളിലെ വയലുകളിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് കൃഷിയിൽ സഹായിക്കുന്ന നമോ ഡ്രോൺ ദീദികൾ അധികം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നും ശ്രീ മോദി പറഞ്ഞു. बदलते हुए भारत में हर क्षेत्र में हमारी बेटियां, देश की महिलाएं कमाल करके दिखा रही है. इस बार 13 विमेन एथलीट्स को अर्जुन अवार्ड से सम्मानित किया गया है. इन विमेन एथलीट्स ने अनेकों बड़े टूर्नामेंटों में हिस्सा लिया और भारत का परचम लहराया. एक और क्षेत्र है जहां महिलाओं ने अपना परचम लहराया है, वो है सेल्फ हेल्प ग्रुप. രാജ്യത്ത് പത്മ പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം മാറിയതിൽ വളരെ സന്തോഷവാനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇപ്പോഴത് ജനകീയ പത്മമായി മാറിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. പത്മ പുരസ്കാരത്തിന്റെ അന്തസ്സും അതിന്റെ വിശ്വാസ്യതയും ബഹുമാനവും ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പത്മ പുരസ്കാരം ലഭിച്ചവർക്ക് ആശംസകൾ നേരുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു. അർജുന പുരസ്കാരം നേടിയ കായിക താരങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ ഈ അധ്യായത്തിൽ പരാമർശിച്ചു. ഇന്ന് രാജ്യത്തെ പല സംഘടനകളും ഈ മേഖലയിൽ പ്രചോദനാത്മകമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരം ശ്രമങ്ങളിലൂടെ രാജ്യത്ത് അവയവദാനത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതായും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. हमारे बीच ही कुछ लोग ऐसे भी होते हैं जो जीवन के अंत के बाद भी समाज जीवन के प्रति अपने दायित्वों को निभाते हैं और इसके लिए उनका माध्यम होता है अंगदान. हाल के वर्षों में देश में 1000 से अधिक लोग ऐसे रहे हैं जिन्होंने अपनी मृत्यु के बाद अपने अंगों का दान कर दिया. ये निर्णय कई जिंदगियों को बचाने वाला होता है. ലോകാരോഗ്യ സംഘടനയുടെ സഹായത്തോടെ ആയുഷ് മന്ത്രാലയം ആയുർവേദം, സിദ്ധ, യുനാനി, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഡാറ്റയും ടെർമിനോളജിയും തരംതിരിച്ചതിൽ സന്തോഷമുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു.
രാജ്യം ജനുവരി 25-ന് ദേശീയ വോട്ടർ ദിനം ആഘോഷിച്ചതിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിച്ചു. പല രാജ്യങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ ഇന്ത്യയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് രാജ്യത്തിന് ആവേശം പകരുന്നതായും ശ്രീ മോദി പറഞ്ഞു. ഇന്ന് ജന്മവാർഷിക ദിനം ആഘോഷിക്കുന്ന ലാലാ ലജ്പത് റായ്, ഫീൽഡ് മാർഷൽ KM കരിയപ്പ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അനുസ്മരിച്ചു. ചെന്നൈയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയോടുള്ള സമീപനം ഏതൊരു രാജ്യത്തെയും കായിക ലോകത്തെ രാജാവാക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇത്തവണ 2.25 കോടിയിലധികം വിദ്യാർത്ഥികൾ ഇതിനായി രജിസ്റ്റർ ചെയ്തു. യുവജനങ്ങളും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വർഷത്തെ ആദ്യ അധ്യായം ഉപസംഹരിച്ചത്. कल 29 तारीख को सुबह 11 बजे हम परीक्षा पे चर्चा भी करेंगे. परीक्षा पे चर्चा का ये 7वां संस्करण होगा. पिछले 7 वर्षों में परीक्षा पे चर्चा शिक्षा और परीक्षा से संबंधित कई मुद्दों पर बातचीत करने का एक बहुत अच्छा माध्यम बनकर उभरा है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. 3000-ഓളം പേർ പരിപാടിയിൽ നേരിട്ട് പ്രധാനമന്ത്രിയുമായി സംവദിക്കും. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും ഇവയെ ലഘൂകരിക്കുന്നതിൽ പ്രധാനമന്ത്രി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ സംഭാവനയെക്കുറിച്ചും ദേശീയ അധ്യാപക പുരസ്കാര ജേതാവും കൊല്ലം ചവറ ഗവൺമെന്റ് സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയുമായ ടി തങ്കലത ആകാശവാണി വാർത്തകളോട്. പരീക്ഷയ്ക്ക് മുമ്പുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കുട്ടികളിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. ഇത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പഠനത്തിന്റെ ഒരു ഭാഗമാണ് പരീക്ഷ എന്ന കാര്യം പലരും മറന്നുപോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനെ ലഘൂകരിക്കാൻ ആരോഗ്യപരമായ സമീപനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. സുപ്രീം കോടതിയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃതമായ വിവിധ സാങ്കേതിക സംരംഭങ്ങൾക്കും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ തുടക്കമിടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. JDU നേതാവ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചു. രാവിലെ രാജ്ഭവനിലെത്തിയ അദ്ദേഹം ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. പ്രതിപക്ഷ കക്ഷികളായ JDU, RJD, കോൺഗ്രസ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ BJP, JDU സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി ഇന്ന് വൈകിട്ടോടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇത് 9ാം തവണയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ ഒരുങ്ങുന്നത്. സംസ്ഥാനത്തെ അങ്കണവാടി പ്രവർത്തകരുടെ വേതനം 1000 രൂപ വരെ ഉയർത്തിയതായി മന്ത്രി KN ബാലഗോപാൽ. 10 വർഷത്തിനു മുകളിൽ സേവന കാലാവധിയുള്ള അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം 1000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. മറ്റുള്ളവരുടെ വേതനത്തിൽ 500 രൂപയും വർദ്ധിക്കും. 60,232 പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. സംസ്ഥാനത്ത് 258 ICDSകളിലായി 33,115 അങ്കണവാടികളാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ വർക്കർമാർക്ക് പ്രതിമാസം 12,000 രൂപയും ഹെൽപ്പർമാർക്ക് 8,000 രൂപയുമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതൽ പുതുക്കിയ സേവനത്തിന് അർഹതയുണ്ടാകും. CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് പശ്ചിമബംഗാളിൽ സിലിഗുഡിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് പശ്ചിമബംഗാളിലെ പര്യടനം ആരംഭിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന 7 ദിവസത്തെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് ഇന്ന് തൃശൂരിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഹിത്യോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 231 റൺസ് വിജയലക്ഷ്യം. 4ാം ദിനം കളി പുനരാരംഭിച്ചപ്പോൾ 2ാം ഇന്നിംഗ്സ് തുടർന്ന ഇംഗ്ലണ്ട് 420 റൺസിന് എല്ലാവരും പുറത്തായി. ഇംഗ്ലണ്ടിനായി ഒലി പോപ്പ് 196 റൺസ് നേടി. ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബുംറ 4ഉം R അശ്വിൻ 3ഉം വിക്കറ്റ് നേടി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 22 റൺസ് എടുത്തിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ, എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8-നകം നൽകേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങൾ രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി മൻ കി ബാത്തിന്റെ 109ാം അധ്യായത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാറുന്ന രാജ്യത്തിൽ പെൺകുട്ടികളും സ്ത്രീകളും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. പത്മ പുരസ്കാരം ജനകീയമായതായും അവയവദാനം പ്രധാനമെന്നും പരാമർശം.
പ്രധാനമന്ത്രി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ച നാളെ ന്യൂഡൽഹിയിൽ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. പ്രതിപക്ഷ സഖ്യത്തിന് തിരിച്ചടി. സംസ്ഥാനത്തെ അംഗനവാടി പ്രവർത്തകരുടെ വേതനം 1000 രൂപ വരെ ഉയർത്തിയതായി മന്ത്രി KN ബാലഗോപാൽ. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 231 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.